ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ക്വസ്റ്റ്യന് വന്ന ഒരു റിപ്ലൈ കാരണമാണ് കേട്ടോ ഞാൻ എടുത്തത്. 24/7 എസ്തെറ്റിക് നോക്കി ജീവിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ? ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് അതർ ഡെയിലി മലയാളം ലോക്കൽ വ്ളോഗ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഒരു ഫ്രഷ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ആരാ ഏട്ടാ എത്രത്തോളം ഞങ്ങളെ മനസ്സിലാക്കി എല്ലാ സെലിബ്രേഷൻസും ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. 10 വർഷം കല്യാണം കഴിഞ്ഞിട്ടും 11 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെയാണ് എൻഗേജ്മെന്റ്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ എന്നെ ശരിക്കുള്ള ഉത്തരം. അതെപ്പോഴും കുറച്ചും കൂടെ ബോധമില്ലാത്ത പ്രായമാണ്. എനിക്ക് കുറച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹൗ ഹാസ് യൂട്യൂബ് ചേഞ്ച്ഡ് യു പേഴ്സണലി കമ്പയർഡ് ടു ഹൂ യു വെയർ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ചാനൽ? പിന്നാമ്പറം കാണിച്ചത് ശരിയായില്ല. പിന്നാമ്പടം കാണിച്ചോന്ന് പിന്നാമ്പടം കാണിക്കണ കുട്ടിയെപ്പെട്ട് അതിനുവേണ്ടി ഒരു കേക്ക് മുറിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ സത്യം ഇപ്പോൾ ക്വസ്റ്റ്യന്റെ ഫുൾ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണം. അടിപൊളിയാണോ? അതെ, അടിപൊളിയാണ്. ഇത്രയധികം ഗ്രോസറീസ് ഉണ്ട്, നിങ്ങൾ ആരും പേടിക്കണ്ട. പെട്ടെന്ന് ഒരു മീൽ പ്രോപ്പ് വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് കുറേ പേർക്ക് മീൽ പ്രോപ്പിംഗ് ബോറടിച്ചു എന്നുള്ളത് നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഒരു ഫ്രഷ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ്? Q&A വിത്ത് മീൽ പ്രോപ്പിംഗ്. ഇതുണ്ടല്ലോ, ഇന്ന് സാറ്റർഡേ ആണ്, ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെയാണ്. അപ്പോൾ ഈവനിങ് നമ്മളൊരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 7 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഫാമിലീസ് ഒരുമിച്ച് ചേർന്ന് ഒരു ഡിന്നറിന് വേണ്ടി പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നറിന് പോവാണ്. അപ്പോൾ നാളെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് നമ്മുടെ കുറച്ച് മീൽ പ്രോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ആഴ്ച ഞാൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീൽ പ്രോപ്പിംഗ് ആണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് മീറ്റും കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മീൽ പ്രോപ്പിംഗ്. അതവിടെ നിൽക്കട്ടെ, അത് വേറെ ത്രെഡാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു Q&A ആണ്. ഇരുന്ന് Q&A ചെയ്യാൻ ഉള്ള ഒരു സമയം നമുക്കിപ്പോൾ കിട്ടാത്തത് കാരണം പ്രൊഡക്റ്റീവായി മീൽ പ്രോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളായിട്ട് കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അല്ലേ? അല്ല, വിചാരിച്ചു. ഈ വിഷ്ണുവിനുണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ ഈ Q&A ചെയ്യാന്നുള്ളത് അങ്ങനെ വലിയ താല്പര്യമുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് എല്ലാ തവണ നമ്മൾ Q&Aയിൽ വരുമ്പോഴും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏകദേശം 1.5 കൊല്ലമായി ഞാനും വിഷ്ണുവും കൂടെയുള്ള ഒരു Q&A നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട്. അതിനുശേഷം ഞാൻ ഒരു തവണ നിങ്ങളോട് ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ ഇന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കുറേ കാലമായി നമ്മൾ വിഷ്ണുവിൻ്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ഒപ്പമുള്ള വർത്താനം പറഞ്ഞിട്ടുള്ള വീഡിയോ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഈസിലി വിഷ്ണുവിനെ കൊണ്ടുവരാൻ പറ്റുന്നതും വിഷ്ണുവിന് ഈസിലി വരാൻ പറ്റുന്ന ഒരു വീഡിയോ Q&A ആയത് കാരണം വിഷ്ണുവിനെയും കൊണ്ട് നമ്മൾ വീണ്ടും ഒരു Q&Aക്ക് വന്നതാണ്. വിഷ്ണുവിനോട് ഞാൻ Q&Aക്ക് വരുമെന്ന് ചോദിക്കും. വിഷ്ണുവിന്റെ മനസ്സിൽ മറ്റേ ഡയലോഗുണ്ട്, ഞാൻ ആരാ ഏട്ടാ അതാണ് വിഷ്ണുവിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എനിക്കിതിൽ വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഒരു കൺഫ്യൂഷൻ കാര്യമുണ്ട്. കമന്റ് സെക്ഷനിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോസ്റ്റ്, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു Q&A ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് 424 ക്വസ്റ്റ്യൻസ് കമന്റ്സ് എന്തോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 424 ഞാൻ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നിങ്ങളുടെ സമയം ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. അത് നമുക്ക് എല്ലാം ആൻസർ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വിഷ്ണുവിന്റെ നേരെയാണ്. എന്നെ ഇവർക്ക് എപ്പോഴും അവൈലബിൾ ആണല്ലോ, താൻ അത്ര അവൈലബിൾ അല്ലാത്തത് കാരണം കുറേ ക്വസ്റ്റ്യൻസ് വിഷ്ണുവിന്റെ നേരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് ചിക്കനൊക്കെ കഴുകി മുറിച്ചും കൊണ്ട് ബർഗർ പാറ്റിയും നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയും കൊണ്ട് ഏകദേശം ഒരു 10-12 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലേ? അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഒന്ന് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയാണേ. ഈ 24/7 എസ്തെറ്റിക് നോക്കി ജീവിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ? സൺഡേ റീസെറ്റ്, മൺഡേ റീസെറ്റ്, ബ്ലാ 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 എക്സെട്ര ഓർ കണ്ടന്റ് ക്രിയേഷൻ വേണ്ടി ചെയ്യുന്നതാണോ? എനിക്കുള്ളതാണ്. ഞാൻ 24 മണിക്കൂർ എസ്തെറ്റിക് നോക്കി ജീവിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോന്റെ ഭംഗി ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഈ ചെയ്യുന്ന ജോലിനോട് നീതി പുലർത്തേണ്ട ഒരു കാര്യമല്ലേ? അതിന് നല്ല ഭംഗി നോക്കി വേണ്ട ആംഗിൾ നോക്കി സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അല്ലാതെ എസ്തെറ്റിക് നോക്കി ഞാൻ ജീവിക്കാറുണ്ടോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്തെറ്റിക്സ് വീഡിയോന്റെ ഭാഗമാണ് കൂടുതലും. കാരണം വീഡിയോ നന്നാവാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും എസ്തെറ്റിക്സ്. പിന്നെ ഈ സൺഡേ റീസെറ്റ്, മൺഡേ റീസെറ്റ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു പ്രക്രിയകളാണ്. അല്ലാതെ അത് ഇപ്പം യുവി ജനിച്ചിട്ട് ഇപ്പം യുവിക്ക് 7 മാസം ആവാറായി. യുവി ജനിച്ച ആദ്യത്തെ മാസത്തിൽ റീസെറ്റ് ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ മാസത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ റീസെറ്റിന്റെ രീതികൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓരോന്നും നമ്മൾ ചെയ്ത് വരുന്ന രീതിയിൽ നിന്നും പഠിക്കുന്നതാണ്. പിന്നെ നമ്മൾ റീസെറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചത്തെ വീക്ക് ഡേയ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീക്ക് ഡേയ്സ് കുറച്ചും കൂടെ നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിച്ചാൽ വീക്ക്
വീക്ക് എൻഡ്സ് കുറച്ചുകൂടെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വീക്ക് ഡേയ്സ് കുറച്ചും കൂടി ഈസി ആവും ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ കണ്ടുപിടിച്ച ഒരു പ്രക്രിയകളാണ് സൺഡേ റീസെറ്റ്, വൺ ഡേ റീസെറ്റ്. പക്ഷെ കഴിഞ്ഞ നമ്മുടെ വീഡിയോന്ന് എനിക്ക് കമന്റ് സെക്ഷനിൽ ഒരു കാര്യം മനസ്സിലായിട്ടോ, കുറെ ആൾക്കാർക്ക് എന്റെ പ്ലാനിങ്ങും അതേപോലെ തന്നെ സൺഡേ റീസെറ്റ്, മൺഡേ റീസെറ്റ് ഒക്കെ കാണുമ്പോൾ ശ്വാസമുട്ടായിട്ട് തോന്നുന്നു, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നൊക്കെ കുറെ പേര് കമന്റ് ചെയ്തു കേട്ടോ. അത് ഞാൻ തീർത്തും അംഗീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ലോകത്തിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനും വിഷ്ണുവിടെ ചെയ്യുന്നുള്ളൂ. പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു, വീട്ടിൽ ഇപ്പോൾ അടിച്ചൊരു തുടക്കുക, ഫുഡ് ഉണ്ടാക്കുക, അലക്കിയിടുക, യുവിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഒപ്പം എനിക്ക് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. വിഷ്ണു ജോലിയിൽ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇപ്പോൾ AI ഒക്കെ വരികയാണ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വിഷ്ണു പഠിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് ഏതൊരു മനുഷ്യനും ഉള്ളതുപോലെ സാധാരണമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യണം, നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കണം എന്ന് ആർക്കും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി, കുറച്ച് കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി, അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയായിരുന്നു. യുവി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ രണ്ടുപേരും നോക്കുക എന്നുള്ള തുടക്കത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് ഇപ്പൊ പല പല റീസെറ്റുകൾ ട്രൈ ചെയ്ത് കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് നമ്മളിപ്പോ പുറത്ത് പറയാം നന്നായി അടിപൊളിയായി സന്തോഷത്തോടു കൂടെ എനിക്കും വിഷ്ണുവിനും സമയം കണ്ടുപിടിച്ച്, ഞങ്ങൾക്ക് സമയം കണ്ടുപിടിച്ച്, ഇവിടൊപ്പം സമയം സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് ജോലി നോക്കിയെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു 3 ആഴ്ചയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു തീരെ ഭയങ്കര കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിരിക്കാം. കാരണം നാട്ടിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ പാരൻസ് കൂടെ ഉണ്ടാവാം, അല്ലെങ്കിൽ മെയ്ഡ് ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ റീസെറ്റുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നതും കുറച്ച് ടൈം വേസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഓവർ പ്ലാനിങ് അല്ലേ എന്ന് തോന്നാം. അതാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ നാട്ടിൽ ഉള്ളപ്പോഴാണ് അങ്ങനെ തോന്നുക. നമ്മളിവിടെ നമുക്ക് അങ്ങനെ ഒരു വേറെ ഔട്ട്സൈഡ് ഹെൽപ്പ് ഇല്ല. ഇവിടുത്തെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജോലി, പിന്നെ യുവിയുടെ കാര്യങ്ങളെല്ലാം ഞാനും ഐശ്വം മാത്രം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ അത് ഓടൂല. കാരണം നമ്മളത് പ്ലാനിങ് ഇല്ലാതെയും ട്രൈ ചെയ്താണ്. പക്ഷെ അപ്പം ഫുള്ള് കൺഫ്യൂഷനാണ്. എത്ര മണിക്ക് എന്ത് സംഭവം ചെയ്യുന്നുള്ളത് ഒരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കുറേ കൺഫ്യൂഷനിലൂടെയൊക്കെ പോയിട്ട് നമുക്ക് തോന്നിയതാണ് ഇതിങ്ങനെ ഓരോ റീസെറ്റുകളും എന്താ പറയുക കുറച്ച് പ്ലാനിങ്ങുകളും കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ നന്നാവും എന്നുള്ളത്. അപ്പം അങ്ങനത്തെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അതിനൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടായിരിക്കും എസ്തെറ്റിക്സ് നോക്കുന്നത്. അല്ലാതെ എസ്തെറ്റിക്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് ആണെന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, സാറ്റർഡേ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു പാർട്ടി ഉള്ളപ്പോൾ ഇപ്പൊ ഈ മീൽ പ്രപ്പ് ആയിരിക്കുമോ? ഈ മീൽ പ്രപ്പിന്റെ ഒരു ആവശ്യം നമുക്ക് ഒരു സുഖം ആവശ്യമല്ല, സുഖം നമുക്ക് തോന്നിയോണ്ടാണല്ലോ യുവി ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു മീൽ പ്രപ്പ് ചെയ്യാന്നുള്ള പരിപാടിക്ക് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി ഇത്തവണ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡെലിവറി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്ലോലി എനിക്കും നമ്മളിപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, പേരൻറ്ഹുഡിലോട്ട് കടന്നിട്ട് കുറച്ചായി. അപ്പോൾ സ്ലോലി എൻ്റെ മുന്നത്തെ ഒരു വീഡിയോസ്, ഇപ്പൊ ഒരു മദറും കൂടെയാണ് ആ പൊസിഷനിൽ ഇരുന്ന് കൊണ്ടിട്ടുള്ള നമ്മുടെ പഴയ ടൈപ്പ് വീഡിയോസൊക്കെ ഗെറ്റ് ബാക്ക് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രഗ്നൻസി, മദർഹുഡ്, പേരന്റിങ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, രണ്ടും കൂടെ കൊണ്ടുവരുന്ന രീതിയിൽ. മറന്നിട്ടുണ്ടായിരുന്നു മിസ്സിലൂടെ. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ക്വസ്റ്റ്യന് വന്ന ഒരു റിപ്ലൈ കാരണമാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു റിപ്ലൈ. ഇന്നലെ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എന്തിനാണ് പാസ്വേഡ് താൻ മാറ്റിയോ? ഓക്കെ ഗ്രേസി വർഗീസ് 1608 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്കമിങ് ജനറേഷന് വേണ്ടി ഒരു അഡ്വൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ആസ് യങ് പേരൻസ് ആൻഡ് ഫ്രം യുവർ സൈഡ് പേഴ്സണലി, ഫ്രം ദെയർ ഓൺ സെൽഫ്സ് ആൻഡ് വാട്ട് കീപ് യു ഗൈസ് മോട്ടിവേറ്റഡ്. എനിക്ക് തോന്നുന്നു അപ്കമിങ് ജനറേഷന് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കുക? നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നല്ലൊരു പേരൻ്റ് ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് എന്ന്. ഈ ക്വസ്റ്റ്യനേക്കാളും കൂടുതൽ എനിക്ക് ഇതിന് വന്ന റിപ്ലൈ കാരണമായിരുന്നു എനിക്കത് കൊടുക്കാൻ തോന്നിയത് കേട്ടോ. ഡോക്ടർ മൻസൂർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ മറുപടി ഇതിൽ മോസ്റ്റ്ലി എനിക്കൊരു 6 മാസത്തെ പരിചയമുള്ളൂ, അതുകൊണ്ട് പേരൻറ്റിങ്ങിനെ പറ്റി ഒരുപാട് സംസാരിക്കാൻ ഉള്ളൊരു അറിവ് എനിക്കില്ല. എൻ്റെ ഭാഗത്ത് ഞാൻ പറയും, പേരൻറ്റിങ് എന്നെ ഒരുപാട് മാറ്റിമറിച്ചു. ഈ ഒരു 2 റിപ്ലൈ ആയിരിക്കും ഞാൻ പറയുക എന്നുള്ളത് ചെവിയിൽ
മൻസൂറിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ശരിയാണ് കേട്ടോ, ഞാൻ ആക്ച്വലി വിചാരിച്ചായിരുന്നു ഇതായിരിക്കും വിഷ്ണു പറയാം. എന്നോട് ചോദിച്ചാൽ ഞാൻ അതാ പറയാം, പേരന്റിങ്ങിന് ഒരുപാട് മാറ്റി എന്നുള്ളതിനെ പറ്റി വിഷ്ണു എന്താണ് പറയാനുള്ളത്? എത്രത്തോളം ഞങ്ങളെ മനസ്സിലാക്കി എന്നുള്ളത് എനിക്ക് കമന്റിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമായിരുന്നു. ഒരു ഉപദേശമൊക്കെ ആയിട്ട് കൊടുക്കാൻ മാത്രമുള്ള വിവരം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം അതിൽ വന്ന റിപ്ലൈ പോലെ നമ്മളും ഇത് ചെയ്തു തുടങ്ങിയിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പം ബേസിക്കലി ഞങ്ങളുടെ അടുത്ത് കൂടുതൽ തെറ്റുകളാണ് ഉള്ളത്, ശരികൾ കുറവാണ്. ഇപ്പം നമ്മൾ കൂടുതൽ ശരികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാളെ ഉപദേശിക്കാൻ മാത്രമാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു സംഭവം പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറേ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് പാരൻസ് ആകുമ്പോൾ. അതൊന്നും അത്ര ഈസി സാഹചര്യങ്ങളായിരിക്കില്ല. അപ്പം ഭയങ്കര പേഷ്യൻസിലൂടെ കാര്യങ്ങൾ കാണാൻ നോക്കുക. കാരണം നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും പണ്ട് ഈസിയായി ചെയ്തിരുന്നതിന് സമയം കണ്ടെത്താൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം നമുക്ക് ഫ്രസ്ട്രേഷൻസ് വരാതിരിക്കുക, വളരെ പേഷ്യൻ്റായിട്ട് കാര്യങ്ങളെ നോക്കുക. എപ്പോഴും കുറേ എന്താ പറയുക കമ്പാരിസണൊക്കെ, നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ നോക്കുക. ലൈക്ക് നമ്മളിപ്പോൾ ചിന്തിക്കാറ് ഓക്കെ നെക്സ്റ്റ് ഡേ പ്രീവിയസ് ഡേനെക്കാട്ടും ബെറ്റർ ആണോ, അത്ര മാത്രമേ നമ്മളിപ്പോൾ ചിന്തിക്കാറുള്ളൂ. അല്ലാതെ കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് ശേഷം എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഓവറായിട്ട് ചിന്തിക്കണ്ട. തലേ ദിവസം ഓക്കെ മേ ബി തലേ ദിവസത്തിനെക്കാട്ടും ബെറ്റർ ആണോ ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയോ, യുവിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയോ, ജോലി കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയോ, ജിമ്മോ സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റിയോ. അപ്പോൾ ആ രീതിയിൽ ഒന്നും അനലൈസ് ചെയ്തിട്ട് ആ ഒരു ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. കാരണം ഇനീഷ്യലി ഇപ്പം ആദ്യത്തെ 1-2 മാസം എനിക്ക് പേഷ്യൻസ് കുറച്ച് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നമുക്ക് തോന്നും ഇത് ഒന്നും സമയം കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരും. അപ്പം ആ തോന്നലൊക്കെ വരാതിരിക്കാൻ പേഷ്യൻ്റായിട്ട് ഇരിക്കുക. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ പോവില്ല, സമയത്ത് സ്ഥലത്ത് എത്തൂല, അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിനൊന്നും അതൊരു ഭീകര പ്രശ്നമാക്കാതെ വളരെ സമാധാനത്തോടെ നേരിടുക. അപ്പം അത് വലിയൊരു ഇമ്പോർട്ടൻസ് ഫാക്ടറാണ് തോന്നുന്നു. പിന്നെ അഗെയിൻ ആ റിപ്ലൈ പറഞ്ഞ പോലെ ഇത് ഒരു ഗോൾഡൻ റൂൾ ആണെന്നൊന്നും പറയാൻ മാത്രം വിവരം എൻ്റെ അടുത്തില്ല. ഇത് ഞങ്ങളുടെ വളരെ ചെറിയ അനുഭവങ്ങളിലൂടെ ഉള്ള തോന്നിയ 1-2 കാര്യങ്ങൾ. പിന്നെ എനിക്ക് വേറെ ഒന്ന് തോന്നിയത്, നമ്മളിങ്ങനെ ഒരു പുതിയ ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതില് നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളതും നമുക്ക് ഭയങ്കര നന്നായി ചെയ്യാൻ പറ്റുന്നതും മോശമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കമ്പാരിസൺ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ, മുന്നേ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുന്നേ എനിക്ക് അതിനൊക്കെ സമയം കിട്ടുമായിരുന്നു, ഇപ്പൊ എനിക്കൊന്നും സമയം കിട്ടുന്നില്ല. അങ്ങനെ കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ കമ്പാരിസൺ ഒഴിവാക്കിയിട്ട് ഈ ന്യൂ ലൈഫിലെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോവാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ പെർഫെക്റ്റ് ആവാതിരിക്കുക എന്നുള്ളതും കൂടെ ഞാൻ എന്നെ റിമൈൻഡ് ചെയ്യുന്ന കാര്യമാണ്. പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട, നടക്കണ പോലെ ഇങ്ങനെ നടക്കട്ടെ. അത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ജിനി ബാലനാണ്. കോണ്ടന്റ് ക്രിയേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണോ ബേബി അറൈവൽ സെലിബ്രേഷൻ, ഹാഫ് ഇയർ സെലിബ്രേഷൻ ഇതൊക്കെ ചെയ്യുന്നത്? നോർമൽ ഒരു ആളായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ബേബി അറൈവൽ സെലിബ്രേഷനിൽ വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റാത്ത പോലെ തോന്നിയെന്ന്. 2 വിസിൽ വന്നോട്ടെ കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് മാത്രം സെലിബ്രേഷൻസിനുള്ള സമയം കണ്ടുപിടിക്കുന്ന ഒരാളാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് സെലിബ്രേഷൻസ് പൊതുവെ ജീവിതത്തിൽ ഇഷ്ടമുള്ള ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുന്നോ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നതിൻ്റെ മുന്നോ തന്നെ സെലിബ്രേഷൻസിന് വേണ്ടി സമയം കണ്ടെത്തുന്നതും സെലിബ്രേഷൻ്റെ ഇമ്പോർട്ടൻസ് തോന്നുന്ന ഒരാളുമാണ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫുൾ ഫോക്കസ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ മാറ്റിവെക്കും ചെയ്യാറില്ല കേട്ടോ. വീഡിയോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം അവിടെയുള്ള ആൾക്കാരൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, വന്ന ആൾക്കാരോടൊക്കെ നന്നായി സംസാരിക്കുക, അവർക്കും എനിക്കും മെമ്മറബിൾ ആവുന്ന രീതിയിൽ ആ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ കൂടെ ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ബേബി അറൈവലിന് വേണ്ടത്ര നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത്. അത് ഇപ്പൊ ഞാൻ എല്ലാ സെലിബ്രേഷൻസും ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. എനിക്കൊരു ബർത്ത്ഡേ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഐഷുവിൻ്റെ നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. ആ സമയത്ത് ഐഷു വീഡിയോസ് എടുക്കുന്ന ആളല്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ നമുക്ക് ആദ്യത്തെ സെലിബ്രേഷനായിട്ട് വരുന്നത് നീ ഇവിടെ വരുന്നത് മാർച്ചിലാണ് എനിക്ക് തോന്നുന്നു. അല്ലല്ലോ, ആ സമയത്ത് ഐഷു ഫസ്റ്റ് എൻഗേജ്മെന്റ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ കേക്കൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് അന്ന് വീഡിയോ ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എൻഗേജ്മെന്റ് ആനിവേഴ്സറിക്ക് വീഡിയോ ഇല്ല. അന്ന് വീഡിയോ എടുക്കുന്ന കാലഘട്ടമല്ല.
പക്ഷെ ഫസ്റ്റ് എൻഗേജ്മെന്റ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഐഷു വീഡിയോ ഇല്ലാതെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഇങ്ങനത്തെ ഒക്കേഷൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു ഐഡിയ ഉള്ള ആളാണ് ഐഷു. പിന്നെ ഇപ്പം അതിന്റെ വീഡിയോസും കൂടെ വരുന്നു എന്നുള്ളൂ, അല്ലാതെ വീഡിയോക്ക് വേണ്ടിയിട്ടല്ല ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് പണ്ടുതൊട്ടേയുള്ള അസുഖമാണ്. അതുകൊണ്ട് സെലിബ്രേഷൻസിന് അത് ഐശ്വര്യന്റെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നില്ല, ആരുടെങ്കിലും എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. ഇതിലെ കോമഡി എന്താ പറയുക, ഫസ്റ്റ് എന്നിട്ട് ഞാൻ എൻഗേജ്മെന്റ് ആനിവേഴ്സറിക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കേക്ക് ഒക്കെ ആയിട്ട് എല്ലാരെയും സൈലന്റ് ആക്കി ഇരുത്തി മറ്റേ കുറെ പേർക്ക് മനസ്സിലായില്ല, കാരണം അന്ന് ഞങ്ങളാണ് ഇവിടെ വന്നിട്ട് ഉള്ള ബാക്കി പക്ഷെ ഇപ്പൊ ഞാൻ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ഒന്നും സെലിബ്രേറ്റ് ചെയ്യില്ല. അന്ന് ഇവിടെ ബാക്കി എല്ലാവരും 10 വർഷം കല്യാണം കഴിഞ്ഞിട്ടും 11 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണ് എൻഗേജ്മെന്റ് ആനിവേഴ്സറി. അല്ല എത്ര പേർക്ക് എൻഗേജ്മെന്റ് എന്നാ നടന്നതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഷോക്കായി പോയി, എല്ലാവർക്കും മനസ്സിലായില്ല ഇത് എന്താണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഞാൻ പോലും ഷോക്കായി പോയി. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുവേണ്ടി ഒരു കേക്ക് മുറിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വിഷ്ണു ഭയങ്കര അന്തം വിട്ട് സഞ്ജേട്ടന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ സഞ്ജേട്ടൻ പറയാ, എടാ 2-3 കൊല്ലം കഴിയുമ്പോ ശരിയാകുമായിരിക്കും. അതുകൊണ്ട് സെലിബ്രേഷൻസിന് നമുക്ക് അല്ലെങ്കിലും പണ്ടൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഇപ്പൊ അതിന്റെ വീഡിയോസും കൂടെ വരുന്നു എന്നുള്ളത്. 2 ക്വസ്റ്റ്യൻ ഞാൻ ഒരുമിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വായിക്കാനുള്ള റീസൺ, എനിക്കും കുറച്ച് കാര്യങ്ങളൊന്നും ഇതിനെ പറ്റിയിട്ട് പറയണം എന്നുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ട ഒരു സാഹചര്യം വരാത്തത് കാരണം എനിക്ക് പറയാൻ പറ്റിയില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് ഇതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹസ്നയാണ്. യുവിക്ക് ബോട്ടിൽ ഫീഡിങ് ചെയ്യുന്നത് എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിയർ ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇത് ചോദിച്ചിട്ടുള്ളത് അമീന മുഹമ്മദ് ആണ്. ഹായ് ഡിയർ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. I'm also struggling with breast milk issue. My supply is very low. I'm not able to feed my baby fully, and even proper pumping session I cannot follow. Sitting for long makes me so irritated and gives me so much back pain. Can you please let me know how you feed your baby? How often you give breast? When the supply is low, baby is becoming very repellent towards the breast. Then I feel so low. I also got very depressed some days. Can you tell me how you manage breastfeeding along with formula feeding, and how do you control your emotion during this time? I would really love to hear this from you. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ എപ്പോഴെങ്കിലും ഈ പറയുന്ന പോലെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയത്ത്, അല്ല അതിന് മുന്നേ, ഇപ്പം ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഒന്നെങ്കിൽ ഫോർമുല ഫീഡിങ്, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിലും ഫോർമുല ഫീഡിങ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും പാലുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആരും, എൻ്റെ മേമമാരോ അങ്ങനെ ആരും ഒരു ഫോർമുല മിൽക്ക് കൊടുത്ത് കണ്ടൊരു ഓർമ്മയൊന്നും എനിക്കില്ല. അപ്പോൾ ഇവിടുന്ന് എൻ്റെ അടുത്ത് മിഡ് വൈഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് എന്നുള്ളത്. അപ്പം എനിക്കതൊരു ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ത് പ്ലാൻ ചെയ്യാൻ, കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും, കാരണം അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ ഞാനും അതേ പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ഡെലിവറി ആയി. അവസാനത്തെ കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് C-സെക്ഷൻ ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് യുവി ജനിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ജനിച്ച ഉടനെ കുട്ടിക്ക് പാല് വേണമല്ലോ. ഇവന് ഗ്ലൂക്കോസ് ലോ ആയിരുന്നു ജനിച്ച ഉടനെ. അപ്പോൾ അവൻ ഒരുപാട് ഇട്ട് യുവി ഉറങ്ങാൻ മുകളിൽ. അപ്പം അവനങ്ങനെ ഒരുപാട് ഇട്ടിട്ട് ടയേർഡാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണ്ട ഇനീഷ്യലി. അപ്പോൾ ഫോർമുല മിൽക്ക് കൊടുക്കാന്നുള്ളത് C-സെക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഡോക്ടറും അവിടുത്തെ നേഴ്സും സജസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ ഫോർമുലയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അവന് ബ്രസ്റ്റ് മിൽക്ക് അവനെ കൊണ്ട് ലാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 6 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കറക്റ്റ് ഇൻ്റർവെല്ലിൽ നേഴ്സ് വരും. കുറച്ചും കൂടെ പ്രഷർ വരുന്ന രീതിയിലുള്ള ഒരു ബ്രസ്റ്റ് പമ്പിങ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വീട്ടിലോട്ട് വരുമ്പോൾ റെന്റിന് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ക്രാംസോർഗ് വന്നു കഴിഞ്ഞിട്ട് പാല് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ കുറേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ 1-2 മെഡിസിൻസ് ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടൊക്കെ വായിച്ചു നോക്കും, കുറേയൊക്കെ ട്രൈ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എത്ര കാലം ചെയ്തിട്ടും എൻ്റെ ബ്രസ്റ്റ് മിൽക്കിൽ എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇതിൽ 2 കാര്യമാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ബ്രസ്റ്റ് പമ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 10 ml അല്ലെങ്കിൽ 20 ml ഒക്കെയാണ്. കാരണം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്.
ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുറവായിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ 10 ml കിട്ടുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ട് തോന്നും. കാരണം എൻ്റെ ആഗ്രഹം യുവിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ കുറേ തവണ ട്രൈ ചെയ്തു, ബ്രസ്റ്റ് മിൽക്ക് കൂടുന്നില്ല. പിന്നെ നമ്മൾ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്കും ഫോർമുലയും കൂടെ ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നിപ്പിൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവർക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടെ ബോട്ടിൽ നിന്ന് പാല് കിട്ടും, കുറച്ചും കൂടെ ഹാർഡായിട്ട് ലാച്ച് ചെയ്താലാണ് ബ്രസ്റ്റിൽ നിന്ന് അവർക്ക് പാല് കിട്ടുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യത്തിനോട് കുട്ടിക്ക് താല്പര്യം വരും, കുട്ടി കൂടുതൽ ഫോർമുലയോട് താല്പര്യം കാണിക്കുകയും ചെയ്യും. ഇത് അതിൻ്റെ ഒരു സൈഡാണ്. പക്ഷെ മറ്റൊരു സൈഡ് ഉണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു അമ്മയ്ക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാതുണ്ടായ ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, യുവിടെ വിശപ്പ് മാറുന്നുണ്ടല്ലോ, യുവിക്ക് ഇത് ഓക്കെ ആണല്ലോ. ഞാൻ തന്നെ ഒരുപാട് മെന്റൽ സ്ട്രഗിൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഇത്. അന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു, നാട്ടിൽ നിന്ന് ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും വിളിക്കുന്ന സമയത്ത് വളരെ കാഷ്വലായി കുറേ കാലമായിട്ട് ആൾക്കാർ ചോദിച്ച് എന്നാൽ അതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിപ്പോൾ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ അല്ലാതെ മാറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലൊക്കെ ഉണ്ടോ എന്നുള്ളത്. അത് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നോടത് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം എനിക്ക് പാലുണ്ടായിരുന്നില്ല. ആൻഡ് അപ്പോൾ പാലുണ്ട് എന്ന് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആന്ന് പറയും, പക്ഷെ സത്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയൊരു കാര്യമായിരുന്നു, ഇതൊരു ഭയങ്കര ഡെലിക്കേറ്റ് ടോപ്പിക്കാണ് ഏതൊരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എല്ലാ ആൾക്കാരും അവരുടെ കുട്ടികൾക്ക് പറ്റുന്ന ബെസ്റ്റ് കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമ്മൾ ഒരാളുടെ അടുത്ത് ഡെലിവറി കഴിഞ്ഞാൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ കാലങ്ങളായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചോദിച്ചു വന്നൊരു ചോദ്യം ചെയ്ത് കാരണം ഇപ്പോൾ ആൾക്കാർ വെരി ഈസിലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതെന്നും കൂടെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ കുറച്ചധികം കാലം കഴിഞ്ഞു, ഇപ്പോൾ 6 months ആയി. എനിക്ക് ഈ പറയുന്ന പോലെ ബ്രസ്റ്റ് മിൽക്ക് നല്ല കുറവാണ്. ഇപ്പോൾ യുവി കംപ്ലീറ്റ്ലി ഫോർമുല ഫീഡാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അവൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോളിഡ്സ് അവൻ അത്യാവശ്യം നന്നായി കഴിക്കുന്നുണ്ട്. പാൽ അവൻ ഒരു 3-4 ദിവസമൊക്കെ ഒരു 150 ml വെച്ചിട്ടാണ് അവൻ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അതിലോട്ട് മാറി. പക്ഷെ എനിക്ക് ആ ഒരു കാര്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു 5-6 മാസത്തിൻ്റെ അടുത്ത് വരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ ആ കാര്യം എന്നെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോയ്സസ് ചുറ്റും ഉണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ഇമോഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് നോക്കുക. എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നുള്ളത് തന്നെ ഞാൻ ആദ്യം വീഡിയോയിൽ വന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടാണ്, അതാണ് ഇതാണെന്നുള്ളതൊക്കെ. സത്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മദർഹുഡ് എന്നുള്ളതിൽ നമുക്ക് നമ്മളോട് ലോയലായിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. നേരത്തെ നമ്മളോട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിപ്പിൾ കൺഫ്യൂഷൻ വന്നതും യുവി ഇപ്പോൾ ഫുള്ളി ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് പറ്റിയിട്ട് എനിക്കത് നടക്കാതെ ഉണ്ടായപ്പോൾ ഉണ്ടായ ഇമോഷനും എല്ലാം ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വിഷ്ണുവിനോട് പറയുന്നു എന്തിനത്ര ലോങ് ആയിട്ട് പറയുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഈ ഒരു കാര്യം ലോങ് ആയിട്ട് പറയണം എന്ന് മനസ്സിൽ കിടന്നൊരു കാര്യം ഇത് കാരണം ലോങ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു 10 minute ബ്രേക്ക് എടുക്കാം. കാരണം കുക്കിംഗ് തീരെ നടക്കുന്നില്ല അവിടെ. കാരണം നമുക്ക് വൈകുന്നേരം പുറത്തു പോകാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊരു 10 minute ഫാസ്റ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ ചെറിയ 1-2 പരിപാടിക്ക് ശേഷം യുവി എണീറ്റ് താഴെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് കിടക്കാം. ഒരുപാട് നേരം നമുക്ക് ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നുള്ള കേട്ടോ. ചോദിച്ചിട്ടുള്ളത് അപർണ ആണ്. ഹേ ഐഷു, ഐ ഹാവ് ഹേർഡ് യു സേയിങ് കോണ്ടന്റ് ക്രിയേഷൻ ഇസ് എ ജോബ് ദാറ്റ് ഡിമാൻഡ്സ് ഈക്വലി ഓർ മോർ ദാൻ 9 to 5 job. Just curious for a person who does on an average of 2 long videos a week and a couple of shorts. ഞാൻ കണ്ണട വെച്ചിട്ടുള്ള വായിക്കും, വായിച്ചു എനിക്ക് കണ്ടു വെച്ചാൽ എനിക്ക് മൊത്തത്തിൽ ഒരു സ്പീഡ് കിട്ടില്ല. വിഷ്ണു വായിച്ചു. Hey Aishu, I have heard you saying content creation is a job that demands equally or more than a 9 to 5 job. Just curious for a person who does on an average 2 long videos a week and a couple of shorts which sometimes are short along with the long form content, I guess. How much time consuming is this entire process? I haven't seen you taking up many promotional videos or ads, so you may not have deadline based stuff. Internally you would have for sure, but not anything external demand based, right? Are there any other processes than content planning, shooting, voiceover, editing and uploading that we might be unaware of? I understand these processes itself can be time consuming, but being well experienced in all these now must have increased your speed, right? Say when you edit shorts, you might know where to keep what and what to say in the voiceover, right? So what are the most time consuming and labor intensive tasks in your job? My intention is not to trivialize what you do or your efforts, just a genuine doubt that I have generally about content creators' life. My husband and I watch your videos regularly
and we love you a lot. Lots of love to UV boy. Yeah. എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്നല്ലേ. ഭയങ്കര പോസിറ്റീവ് ഉദ്ദേശത്തോടുള്ള ഒരു ചോദ്യം തോന്നുന്നു. കാരണം കണ്ടന്റ് ക്രിയേഷന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കുറേ പേർക്ക് അറിയില്ല. കാരണം അതൊരു പുതിയ ജോബാണ്. പിന്നെ അതിന് ഇപ്പോൾ ഒരു കോഴ്സോ അല്ലെങ്കിൽ അതിനൊരു ഡിപ്ലോമയോ ഡിഗ്രിയോ ഒന്നും ഇല്ല. അപ്പോൾ അത് ഇന്ന രീതികളിൽ ചെയ്താൽ ഇന്ന രീതിയിൽ സക്സസ് ആവുമെന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ലൈക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു വിഷ്ണുവിനേക്കാളും നന്നായിട്ട് എനിക്കായിരിക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഏതൊരു ജോലിനെ പോലെയും ഒരുപാട് ഡിമാൻഡ്സ് ഉള്ള കാര്യം തന്നെയാണ് കോണ്ടന്റ് ക്രിയേഷൻ. നമ്മളിപ്പോൾ ഒരുപാട് വർഷം ഒരു കാര്യം ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നമുക്കതിൽ എക്സ്പീരിയൻസും നമ്മുടെ സ്പീഡും അതിൽ കൂടും. പക്ഷെ അറ്റ് ദ സെയിം ടൈം വേറെ ഏത് ജോലിനെ പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഒരു ജോലിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ട്രെൻഡ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു ജോലിയാണ് കോണ്ടന്റ് ക്രിയേഷൻ. അതുകൊണ്ട് നമുക്ക് ചെയ്ത ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആ ഒരേ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതുമ നമ്മൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ വീഡിയോ എടുക്കുന്ന ഏകദേശം സമയമൊക്കെ തന്നെ എനിക്ക് ഇപ്പോഴും വരാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഇവിടെ വെച്ചിട്ടാണ് ഷോർട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വിചാരിക്കും ഇത് കുറച്ചും കൂടെ വേറൊരു ആംഗിളിൽ വേറൊരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, കുറച്ചും കൂടെ വൈഡായിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും. എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യാനും അങ്ങനെ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കൂടെ അതിൻ്റെ പിന്നിലുള്ളത് കാരണം കുറച്ച് എക്സ്പീരിമെന്റ്സ് ഒക്കെ ഓരോ വീഡിയോയിലും ഞാൻ ചിലത് ട്രൈ ചെയ്യാറുണ്ട്. ചിലതിൽ ചെറിയ ട്രാൻസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒന്നിങ്ങനെ ഉള്ളി എടുത്ത് നിലത്ത് വെക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോണ പോലത്തെ ഒരു ട്രാൻസിഷൻ ആയിരിക്കാം. അതാണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു 5 സെക്കൻഡേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കത് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ സമയം തുടക്കത്തിലെടുത്ത് അത്ര എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ധാരണ കുറച്ചും കൂടെ മുന്നത്തെക്കാളും ബെറ്റർ ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാനൊരു ലോങ് വീഡിയോൻ്റെ ഒപ്പം തന്നെ ഒരു ഷോർട്സ് എടുക്കുമ്പോൾ ഒരിക്കലും ലോങ് വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ടല്ല ഞാൻ ഷോർട്സ് എടുക്കാറ്. ഞാൻ പോർട്രേറ്റ് ഫോമിലും ലാൻഡ്സ്കേപ്പ് ഫോമിലും സെപ്പറേറ്റ് ആയിട്ട് ഒരേ ഇൻസിഡന്റ് അറ്റ് എ ടൈം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ അവിടെയും നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സമയം പോകും. പിന്നെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കേണ്ടത്, ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതൊരു വളരെ ഫ്രീ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രീഡം ഉള്ളൊരു ജോലിയാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സക്സസ് മന്ത്രാസും അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ പ്രൊമോഷണൽ വീഡിയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാനൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പ്രൊമോഷണൽ വീഡിയോയിലും അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കോണ്ടന്റ്സിനും വേണ്ടിയിട്ട്. ജസ്റ്റ് അഡ്വർടൈസിങ് മാത്രമായി പോവാതിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ ശ്രദ്ധിക്കാറുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഒട്ടും പ്രൊമോഷണൽ വീഡിയോ ചെയ്യാത്ത ആളാണെന്നുള്ളത്. അങ്ങനെയല്ല, പ്രൊമോഷണൽ വീഡിയോസ് ഞാൻ ഈ ഒരു ജോലിയുടെ ഭാഗമാണ്, അത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമുക്കിപ്പോൾ ബ്രാൻഡ്സ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ പറ്റി പഠിക്കുക, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഇത് മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് എൻ്റെ പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരെ പറ്റി പഠിക്കുക, അവർക്ക് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുക, ആ സ്ക്രിപ്റ്റ് അവർ അപ്രൂവ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുക, പിന്നെ അത് വോയിസ് ഓവർ ചെയ്ത് അവർക്ക് വീണ്ടും സെൻഡ് ചെയ്യുക. ചില ബ്രാൻഡ്സിനൊക്കെ ഒരുപാട് കറക്ഷൻസ് ആവശ്യം വരും. അപ്പോൾ ആ കറക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, വീണ്ടും സെൻഡ് ചെയ്യുക, അവർ ടൈം ലൈനിൽ നമ്മളത് കൊടുക്കുക, അവരുടെ ബ്രാൻഡ്സിൽ ഓരോരോ ആൾക്കാരായിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രൊമോഷണൽ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊമോഷണൽ വീഡിയോ പുറത്തിറങ്ങുന്നത്. പിന്നെ വോയിസ് ഓവറും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യം വോയിസ് ഓവറാണ്. എനിക്കത് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു സ്വഭാവം ഉള്ളത് കാരണം കുറേ തവണ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് സമയം എടുക്കാറുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞത് തന്നെ കുറച്ച് ഓവറാണ്. ഇവയ്ക്ക് ചുമയുണ്ട്, ഒരു അലർജി ചുമയാണ്. ഈ ഒരു സീസണിൻ്റെ തോന്നണോ. നമ്മുടെ ഡോക്ടർ മൻസൂറിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂവറാണ് മൻസൂർ, ഡോക്ടർ മൻസൂർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് നന്നായിട്ട് കുറേ കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മുടെ വീഡിയോസ് കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മൻസൂർ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീഡിയോസിൽ കണ്ട കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ അത് കൊടുക്കാം. ഞാനത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയി പോകുമല്ലോ. അപ്പോൾ അതിനുശേഷം മൻസൂർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിഷ്ണുവിൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഡു യു ഗൈസ് മാനേജ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ബൗണ്ടറീസ് ബിറ്റ്വീൻ എവ്രി വൺ? ഇതിനൊരു തുടക്കമായിട്ട് മൻസൂർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഓരോരോ ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ള ഇമോഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കാം. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫേവറേറ്റ്സ് ഉണ്ടായിരിക്കാം.
അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് വേറെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായി പോവില്ലേ, അതൊരു പ്രശ്നമായി തീരുമോ, എല്ലാ ഗെറ്റ് ടുഗദേഴ്സും നമുക്ക് എല്ലാവരെയും വിളിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അതൊരു ഇഷ്യൂ ആവില്ലേ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലുള്ള ബൗണ്ടറീസ് എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഒരു ബൗണ്ടറീസ് ഇപ്പം ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. പോയിന്റ് നമ്പർ 2, പക്ഷെ എനിക്ക് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാനൊരു ബൗണ്ടറി വെക്കാറുണ്ട്. അതായത് ഞാൻ ഒരിക്കലും ഒരാൾ എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അയാൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാന്ന് വിചാരിച്ചിട്ട് അയാളുടെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന അഭിപ്രായത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ നോക്കി പുള്ളിക്ക് എൻ്റെ അഭിപ്രായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം പറയും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അഭിപ്രായം പറയില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ അത് പുള്ളിയുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പം എല്ലാത്തിലും കയറി ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പം അത് ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പോളിസി ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്ഷിപ്സിലും വെക്കാറുണ്ട്. ഇറ്റ് ഹെൽപ്സ്, ഐ ഗെസ്. ഞാൻ ചുമ്മാ കയറി എനിക്കുണ്ടായിരുന്ന സ്വഭാവം എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിഷ്ണുവിന്റെ അത്ര ക്ലീൻ ഇമേജ് ഉള്ള ഒരാളായിരുന്നില്ല. ഞാൻ കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കി കണ്ടുപിടിച്ച് മാറ്റിയ ഒരാളാണ്. അതെ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സും നമ്മൾ വിചാരിക്കുന്നതന്നെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ തോന്നലുകളൊക്കെ ഉണ്ട്. അപ്പം മേ ബി ഞാൻ ആ ഡിസിഷൻ ആ ടൈമിൽ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല അവർ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് ബാഡ് അടിക്കേണ്ട കാര്യമില്ല. എൻഡ് ഓഫ് ദി ഡേ അത് അവർ നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നല്ലോ. കാരണം അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയോണ്ടാണ് അവരങ്ങനെ ചെയ്തത്. സോ അപ്പോൾ അതാണ് ഞാൻ ബൗണ്ടറീസിന്റെ ഒരു കാര്യം പറയാറ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ ഈ ലെവലിൽ കയറരുത് അങ്ങനെയല്ല ഞാൻ പറയാറ്. ഞാൻ അങ്ങോട്ട് കയറുന്ന ലിമിറ്റ് ഞാൻ വെക്കാറുണ്ട്. അത് വിചാരിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നോക്കിക്കുന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു പാനിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ അവര് അഭിപ്രായം ചോദിക്കാതെ നമ്മൾ അവിടെ ഇടിച്ചു കയറി അഭിപ്രായം പറയാറില്ല. അവരവരുടെ സാഹചര്യം പറയുമ്പോൾ നമ്മളത് ഗുഡ് ലിസണേഴ്സ് ആവുകയാണ് ചെയ്യാറ്. ഞാൻ വിഷ്ണുവിനെ പഠിച്ചെടുത്ത ഒരു കാര്യമാണ്. അപ്പൊ അതാണ് എന്നെ ഫ്രണ്ട്ഷിപ്സ് ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു പോളിസി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് പല പല ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ മൻസൂർ പറഞ്ഞ പോലെ ചില ഗ്രൂപ്പിനെക്കാട്ട് കംഫർട്ടബിൾ ചെറിയ ഗ്രൂപ്പാണ്. അതിന്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അതൊക്കെ കോമൺ ആണ്. അതൊന്നും ഇത്ര വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പൊ അതിനൊക്കെ കോംപ്ലക്സ് ആയി ചിന്തിച്ചാൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല വിചാരിച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പിന്റെ അകത്ത് ഒരാളോട് മോശമായി പെരുമാറുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതും പക്ഷെ അതിൽ 1-2 പേര് നമുക്ക് കുറച്ചും കൂടെ ഒരു അടുപ്പുണ്ടാവുന്നതൊക്കെ നോർമലാണ്. അപ്പൊ അത് ടോട്ടലി ഫൈൻ. അപ്പൊ തിരിച്ചു അങ്ങനെ തന്നെ ഉണ്ടാവും. മേ ബി വേറെ ആളോടായിരിക്കും ചിലപ്പോൾ കുറച്ചൊരു കൂടുതൽ അടുപ്പം വരുന്നത്. അത് മേ ബി അവർ പല സിറ്റുവേഷൻ കൊണ്ടും കുറച്ചും കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. സോ ദാറ്റ്സ് ഫൈൻ. അപ്പം അതൊന്നും വലിയൊരു കോംപ്ലിക്കേഷൻസ് ആക്കാതിരിക്കുക. അപ്പം ബേസിക്കലി കീപ് ഇറ്റ് സിമ്പിൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നമ്മൾ തപ്പിപ്പോയ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ സിമ്പിളാക്കി വെക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിളാണ്. അതാണ് എൻ്റെ പോളിസി. എഗെയിൻ ഓരോരുത്തർക്കും ഓരോന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് മിക്സ് ചെയ്യട്ടെ. ഇല്ല, എനിക്ക് കൊറിയാണ്ടറും കൂടെ അത് ചെയ്തിട്ട് അടുത്ത ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, what conscious effort Aishu and Vishnu take in individually for friends, be it time or effort? രണ്ടും നമ്മൾ ഇൻഡിവിജ്വലി എടുക്കാറുണ്ട്. കാരണം എസ്പെഷ്യലി UV ജനിച്ചതിന് ശേഷം പണ്ട് ഇത് രണ്ടും കുറച്ചുകൂടി ഈസി ആയിരുന്നു. കാരണം ടൈം നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഒരു സാറ്റർഡേ ഈവനിങ് എവിടെയും പോവാം അത്രേ ഉള്ളൂ. പക്ഷേ UV ജനിച്ചതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഈ പ്ലാനിങ്ങും അതും ഇതൊക്കെ ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സക്സസ് ആക്കാൻ വേണ്ടി മാത്രമല്ല. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ ലൈഫിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഒരു സ്ട്രെസ് റിലീഫാണ്. അല്ലാതെ നമ്മൾ ജോലിയും ഈ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുകയാണെങ്കിൽ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നല്ലൊരു കിക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ റീസെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞങ്ങൾ നേരത്തെ കുക്ക് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നാളെ ഉച്ചയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ കളിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പേർക്ക് ഒരുമിച്ചിരുന്ന് കളി കാണണം. അല്ലെങ്കിൽ സൺഡേ ഉച്ചയ്ക്കാണ് ഞങ്ങളുടെ മീൽ പ്രെപ്പ്. അപ്പം ഇന്ന് തന്നെ പെട്ടെന്ന് ഞങ്ങൾ തീർത്ത് വെക്കണം. സോ ദാറ്റ് നാളെ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിന്ന് വൈകുന്നേരം ഡിന്നറിന് പോകുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മുടെ ജോലിയും ജീവിതവും ഈസി ആക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ജീവിതത്തിന്റെ ഒരു വലിയൊരു പാർട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യലാണ്. അപ്പൊ അതും കൂടെ ഇതാക്കാനാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് വർക്ക്സ്. ഒരാൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഒരാൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് വരുമ്പോഴാണ് അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്. പക്ഷെ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഈക്വലി അതിനുവേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറാണ്. സോ റൈറ്റ് നോ ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് കുറച്ച് UV ജനിച്ചിട്ടുള്ള കുറച്ച് മാസങ്ങളിൽ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന കുറച്ച് കുറവായിരുന്നു. ബട്ട് ദാറ്റ്സ് നാച്ചുറൽ.
ഏത് ന്യൂ പാരൻസിനും ഉണ്ടാവും അത്. സോ അത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ബെറ്റർ ആയി വരുന്നു, കുറച്ചും കൂടെ ആൾക്കാരെ കാണുന്നുണ്ട്. കാരണം യുവിനെ ഇപ്പോൾ നമ്മൾ വേറൊരു വീട്ടിൽ കൊണ്ടുപോയാലും നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കൊണ്ടുപോയി യുവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇപ്പം നമ്മൾ കുറച്ചും കൂടെ പഠിച്ചു. കാരണം പണ്ട് യുവിനോടെങ്കിൽ എവിടെയെങ്കിലും യുവി കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു എന്താ ചെയ്യുക. കാരണം പിന്നെ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ യുവിൻ്റെ സ്ലീപ്പ് ഡ്രസ്സും എല്ലാം ആയിട്ടാണ് പോവുക. അപ്പോൾ അവിടെ രാത്രി ആകുമ്പോൾ യുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ കിടത്തിക്കാൻ അവനെ കിടന്ന് ഉറങ്ങും. അപ്പോൾ നേരെ തിരിച്ച് വന്നിട്ട് ഇവിടെ കിടത്തി ഉറക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവിടെ വരുമ്പോഴും എങ്ങനെ യുവിനെ മാനേജ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ ഇറ്റ്സ് ഗോയിങ് ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ മൻസൂറിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു അല്ലേ? പോസിറ്റീവ് ആണ്, അതാണ് മെയിനായിട്ട്. ഇപ്പം നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആ കോൺവെർസേഷൻ എപ്പോഴും ഗുഡാണ്. അല്ലാതെ നമ്മൾ നെഗറ്റിവിറ്റി ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ രസമുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും പറയാത്ര രസമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലൈക്ക് എവറി ഹ്യൂമൻ യു ഓൾസോ ഹാവ് സീൻ ഓൾ കൈൻഡ് ഓഫ് പീപ്പിൾ ഓവർ ദ ഇയേഴ്സ്. സോ ദ കൈൻഡ് ഓഫ് ബോണ്ട്സ് നൗ, ഹൗ ഡിഫറെൻറ്റ് ഇസ് ദാറ്റ് ഫ്രം യുവർ ഓൾഡ് ഫ്രണ്ട്ഷിപ്പ്? നല്ല ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പും മുന്നത്തെ ഫ്രണ്ട്ഷിപ്പും. അതിൽ എനിക്ക് ഉണ്ടായ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, മുന്നേ ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം എൻ്റെ തലയിലാണ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന പോലെ അവർക്കൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. അതായത് അതിൻ്റെ രണ്ട് എക്സ്ട്രീംസും ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് ആവശ്യമുണ്ടെങ്കിലും അങ്ങനെ, അവർക്ക് ആവശ്യമില്ലെങ്കിലും അങ്ങനെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ വരില്ല കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് എനിക്ക് ജീവിതത്തിൽ എപ്പോഴും ആരാ ഉണ്ടായിട്ടുള്ള, ജീവിതത്തിൽ കൂട്ടിയാലും കുറച്ചാലും എന്ന് വെച്ചിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ വിഷ്ണുവിനെ പരിചയപ്പെട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ ഒരു കാര്യം വലിയൊരു ചേഞ്ച് തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുക, ഹെൽപ്പ് ചെയ്യുക അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അല്ലാത്തപ്പോൾ ഗുഡ് ലിസണർ ആവുക, ഓൾവേസ് അവൈലബിൾ ആവുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടെ റീഡിഫൈൻ ചെയ്ത് കുറച്ചും കൂടെ ഈസിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആൾക്കാരെ കണ്ടുള്ള ഡിഫറൻസ് അല്ല, ഞാൻ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നതിൽ വന്ന ഒരു വ്യത്യാസം ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കരുത് മുന്നുള്ള എൻ്റെ ഫ്രണ്ട്സിനായിട്ടെല്ലാം ഞാൻ അടിച്ചു പിരിഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മുന്നുള്ള എല്ലാ ഫ്രണ്ട്സിനായിട്ടും എനിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു രീതിയിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഫുള്ള് ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം കിട്ടാതെയാണ് ഞാൻ അല്ല, നിനക്ക് കിട്ടിയിട്ടുണ്ടാവും, എനിക്കത് ഫുള്ളായിട്ട് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. Like every human, you also have seen all kind of people over the years. കൊല്ലങ്ങൾ കടന്നു പോയപ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. So the kind of bond now, how different is it from the old friendship? ഓ, ഇനി ചോദിച്ചത് പഴയ ആൾക്കാരായിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്നാണോ? അയ്യോ, എന്നാ നേരത്തെ പറഞ്ഞത് മായിച്ചു കളഞ്ഞു. പഴയ ആൾക്കാരായിട്ട് നല്ല ബോണ്ടായിട്ട് പോകും. അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ഡിഫറെന്റ് സ്റ്റേജസിലൂടെ വന്നു. ഇപ്പൊ സ്കൂൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇപ്പൊ നമ്മൾ മേ ബി ഒരു ഫാമിലി ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സിൽ എന്താണ് വ്യത്യാസം തോന്നിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം പറഞ്ഞിരിക്കുന്നത് ലൈക്ക് എവറി വൺ ഹ്യൂമൻ, like every human, you also have seen all kinds of people over the years. So the kinds of bonds now, how different is that from your old friendship? ഇപ്പത്തെ നമ്മള് മേ ബി ഇവിടെയുള്ള ഫ്രണ്ട്സ് മേ ബി നിന്റെ ഒരു പഴയ ഫ്രണ്ട്ഷിപ്സിനായിട്ട് എത്ര വ്യത്യാസമുണ്ട് എന്നായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ ഉത്തരം ശരിയാണ്. എനിക്ക് എന്റെ അപ്രോച്ച് മാറി കഴിഞ്ഞപ്പോ എനിക്ക് ഫ്രണ്ട്ഷിപ്പിനായിട്ടുള്ള ഡിഫറൻസ് കുറച്ചും കൂടെ റീഡിഫൈൻ ചെയ്തു. അപ്പൊ എന്റെ ആൻസർ ശരിയാണ്. ഇനി വിഷ്ണുവിന്റെ ഉത്തരം. അടുത്ത ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചാ പോരെ? ഇത് രണ്ടും റെഡിയായി. പാറ്റി ആക്കണ്ടേ? അത് ഞാൻ അവസാനം ചെയ്തോളൂ. How do you see friends now in life? What is a dream you have? അല്ല, താൻ ഉത്തരം പറഞ്ഞില്ല, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അധികം കേൾക്കാൻ വിഷ്ണുവിന്റെ ഉത്തരമായിരിക്കും താല്പര്യം. ഞാൻ ഇവിടെ കിടന്നിങ്ങനെ വളവളവളവളാന്ന് എപ്പോഴും പറയണല്ലേ. എനിക്ക് സത്യം ഇപ്പോൾ ക്വസ്റ്റ്യന്റെ ഫുൾ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ എന്നെ ശരിക്കുള്ള ഉത്തരം. അല്ല, എനിക്കറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നത് മൻസൂർ ചോദിച്ചാൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ ഓവർ ദി ഇയേഴ്സ് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇപ്പൊ ഉള്ള ഫ്രണ്ട്ഷിപ്പ് പഴയ ഫ്രണ്ട്ഷിപ്സ് ആയിട്ട് എങ്ങനെയാണ് വ്യത്യാസം എന്നാണ് ചോദിച്ചത് തോന്നുന്നു. ആസ് ഓഫ് നൗ എനിക്ക് ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്സ് കുറച്ച് ഡീപ്പാണ്. എനിക്ക് പണ്ടത്തെ ഫ്രണ്ട്ഷിപ്സിനെ കാട്ടും. ഞാൻ ഇപ്പം ലൈഫിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഒരു ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്സാണ്. എൻ്റെ പണ്ട് ലൈഫിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ കാട്ടും ഡീപ്പാണ് എന്ന് എനിക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റും. എന്തുകൊണ്ടെന്ന് എനിക്ക് ഒരു വൺ വേർഡ് ആൻസർ ഇല്ല. മേ ബി കൺസിസ്റ്റൻ്റ്ലി ഞാനൊരു കഴിഞ്ഞ ഇവിടെ വന്നിട്ടുള്ള 7 വർഷമായിട്ടും ഇവിടെ ഇപ്പം ഞാനുള്ള എൻ്റെ ഫ്രണ്ട്സിലെ എല്ലാവരുമായിട്ടും എനിക്ക് കണക്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു കണക്ടിവിറ്റി നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് 7-8 വർഷമായിട്ട് കണ്ടിന്യൂസ് കണക്ടിവിറ്റി ഉള്ള സ്കൂളിൽ പോയിരുന്നപ്പോൾ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. ബട്ട് അതെപ്പോഴും കുറച്ചും കൂടെ ബോധമില്ലാത്ത പ്രായമാണ്.
അതിനുശേഷം എനിക്ക് ഇത്ര ലോങ് ടേം ആയിട്ട് നമ്മൾ ഇത്ര കോൺസ്റ്റന്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കലും അല്ലെങ്കിൽ ലൈഫിലെ പ്രശ്നങ്ങളും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യലും അങ്ങനെ ഉണ്ടായ ഒരു ജേർണി എനിക്ക് ഈ കഴിഞ്ഞ 7 years ഉണ്ടായ പോലെ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സോ ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് എനിക്ക് കുറച്ചും കൂടെ ഡീപ്പാണ്. അതുകൊണ്ട് ആണ് എനിക്ക് ഇവിടെ എന്താ പറയുക കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നത്. എനിക്ക് എൻ്റെ 1-2 നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് കുറച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് ഓവർ ദ ഇയേഴ്സ്. എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു റീസൺ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരും ഒരേപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒരു ഹാലിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ തന്നെ ഡീൽ ചെയ്ത് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ പലരുടെയും സാഹചര്യങ്ങളിൽ പല വ്യത്യാസം വന്നേക്കാം. സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുമ്പോൾ എല്ലാ ആൾക്കാർക്കും മുന്നത്തതുപോലെ ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ കാരണം എനിക്ക് എൻ്റെ 1-2 നല്ല നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. റാപ്പിന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ഞാൻ പ്രഷർ കുക്കറിൽ ചെയ്തെടുത്തു. അത് ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ റാപ്പ്, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ചിക്കൻ റാപ്പ്. അപ്പോൾ അത് നമ്മൾ ആവി കയറ്റി എടുത്തിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. മസാല ഞാൻ ഉണ്ടാക്കാൻ ബാക്കി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും കൂടെ വായിച്ചിട്ട് ഞാൻ മസാല ഉണ്ടാക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹായ് ഐഷു ആൻഡ് വിഷ്ണു, ഹൗ ഹാസ് യൂട്യൂബ് ചേഞ്ച്ഡ് യു പേഴ്സണലി കമ്പയർഡ് ടു ഹൂ യു വെയർ ബിഫോർ സ്റ്റാർട്ടിങ് ദ ചാനൽ? ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേയും ശേഷവും എനിക്ക് എന്തൊക്കെ വ്യത്യാസമാണ് വന്നിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയല്ലോ. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും യൂട്യൂബ് തുടങ്ങിയത് കാരണം യൂട്യൂബിന് വേണ്ടി ഒരു മാറ്റം. നേരത്തെ നമ്മുടെ സെലിബ്രേഷന്റെ കാര്യം പറഞ്ഞ പോലെയാണിത്. ഒരു യൂട്യൂബിന് വേണ്ടി സെലിബ്രേഷൻ ചെയ്യുന്നതും യൂട്യൂബിന് വേണ്ടി സ്വഭാവം മാറ്റുന്ന ഒരാളാണ് ഐഷു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഐഷുവിന്റെ എസ്തെറ്റിക് സെൻസ് മേ ബി കുറച്ച് ഇമ്പ്രൂവ് അല്ലെങ്കിൽ ലൈഫിൽ കുറെ കൂടെ വന്നു തുടങ്ങിയത് യൂട്യൂബിന് ശേഷമാണ്. കാരണം കാര്യങ്ങള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക, കാര്യങ്ങള് കുറച്ചും കൂടെ എന്താ പറയാ ഐ കാച്ചിങ് ആക്കാൻ നോക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ ആഡ് ഓൺ ആയത് യൂട്യൂബ്. പിന്നെ പ്ലാനിങ്, ഇപ്പൊ ഐഷു ജോലിയില് ഇപ്പൊ ഐഷു യൂട്യൂബ് എന്ന് പറയുന്ന ഐഷുവിന്റെ ജോലി നന്നായി കൊണ്ടുപോകാൻ വേണ്ടി ലൈഫിൽ കുറെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്ലാനിങ് വീഡിയോസ് എന്ന് പറയുന്നത് പ്ലാനിങ് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ലല്ലോ. കാരണം ബേസിക്കലി നമുക്ക് ലൈഫിലെ കാര്യങ്ങളും ജോലിക്ക് സമയം കണ്ടെത്തുക, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ലൈഫിൽ പ്ലാൻ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഒന്നും ഐഷുവിന് യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐഷു എന്ന ക്യാരക്ടർ അങ്ങ് അതുപോലെ തന്നെയാണ്. പക്ഷെ ആ ക്യാരക്ടറിൽ ഇങ്ങനത്തെ കുറച്ചൊരു അവിടെ ഇവിടെയുള്ള ആഡ് ഓൺസ് വന്നിട്ടൊന്നുള്ളൂ. അല്ലാതെ ഒരു പുതിയ സ്ത്രീയായിട്ട് ഐഷു ഉദ്ഭവിച്ചു വന്നിട്ടൊന്നുമില്ല. അങ്ങനെ വലിയ മാറ്റങ്ങൾ അതുകൊണ്ട് വന്നു. എനിക്ക് ഇത് യുവാൻഷിയാണ്. യുവാൻ എവിടെയായിരുന്നു? കുവാൻഡയിലാണ്. ഇപ്പൊ കുവാൻഡെ എവിടെയായിരുന്നു യുവാഷി? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഡിസൈഡ് വാട്ട് കോണ്ടന്റ് ടു ക്രിയേറ്റ് വെൻ യു ഫീൽ കൺഫ്യൂസ്ഡ് ഓർ ഡീമോട്ടിവേറ്റഡ്? ഞാൻ കൈ കഴുകിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ യുവി ആണ് ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഹൗ ഡു യു ഡിസൈഡ് വാട്ട് കോണ്ടന്റ് ടു ക്രിയേറ്റ് വെൻ യു ഫീൽ കൺഫ്യൂസ്ഡ് ഓർ ഡീമോട്ടിവേറ്റഡ്? കൺഫ്യൂഷനും ഡീമോട്ടിവേഷനും ഈ ജോലിയുടെ ഒരു ഭാഗമാണെന്നാണ്. കൺഫ്യൂഷൻ ഡീമോട്ടിവേഷൻ ഏത് ജോലിയുടെയും ഭാഗമാണ്. ഏത് ജോലിയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടും കുറെ കാലം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡീമോട്ടിവേഷൻ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഫീൽ ചെയ്യാം. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്, നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണോ? സോ ഐ തിങ്ക് ഫോർ എനി ജോബ് അതൊരു ഒരു സ്റ്റേജ് എത്തുന്ന ഒരു എനിക്കൊരു സർട്ടൺ സെറ്റ് ഓഫ് ടൈം പീരീഡ് കഴിയുമ്പോൾ ഈ കൺഫ്യൂഷൻ എനിക്ക് വരാറുണ്ട്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ വിഷ്ണുവിനും ഉണ്ടായിരിക്കും ഇനി അടുത്തത് എന്താണ് ജോലിയിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അതേപോലെ ഈ ജോലിയുടെയും ഒരു ഭാഗം തന്നെയാണ് കൺഫ്യൂഷനും ഡീമോട്ടിവേഷനും. എല്ലാ ജോലിയിലും നമ്മളത് ഓവർകം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പം അതേപോലെ ഞാൻ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഐഷു എന്നോട് പറയാറുണ്ട്, ഇതിപ്പോൾ ഐഷു പറഞ്ഞ പോലെ അല്ല കേട്ടോ, ഐഷു എന്നോട് പറയാറുണ്ട് എനിക്കൊന്ന് സംസാരിക്കണം, നമുക്ക് എൻ്റെ ജോലിനെ പറ്റിയിട്ട് എനിക്കൊന്ന് റീക്യാപ്പ് ചെയ്യണം, അപ്പോൾ താൻ ഫ്രീ ആകുമ്പോൾ ഒന്ന് പറയാമെന്ന് പറയും. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഞാനിതിലെ ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല, പക്ഷെ ഐ ജസ്റ്റ് ലിസൺ. ഐഷു പറഞ്ഞു ഐഷു ഓക്കെ ഞാനിപ്പോൾ റീസെന്റ് ഇങ്ങനത്തെ വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യുന്നതല്ല പ്രശ്നം, ഇടയ്ക്ക് മൈൻഡ് കുറച്ച് ക്ലട്ടേർഡ് ആയി പോകും, ഒരു ക്ലാരിറ്റി കിട്ടാത്തത് പോലെ തോന്നും.
അപ്പൊ വിഷ്ണു എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യത്തിലല്ല കേട്ടോ, കുറച്ചും കൂടെ ജീവിതത്തിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ വ്യക്തമായ ധാരണയുള്ള കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ വിഷ്ണു. അപ്പൊ വിഷ്ണുവിന്റെ പല ടിപ്സും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ വിഷ്ണു എന്തൊക്കെ ടിപ്സ് ആണ് എനിക്ക് പറഞ്ഞു തരാറ്? ഞാനിങ്ങനെ ഒരു ടിപ്പ് എന്നല്ല, ബേസിക്കലി ഫസ്റ്റ് ഐഷു പറയുന്നത് ബേസിക്കലി എനിക്ക് തോന്നാറ് ഇങ്ങനത്തെ സ്റ്റേജിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റണം. അപ്പൊ ബേസിക്കലി ഐഷുവിന്റെ മനസ്സിലുണ്ടാവുന്ന പ്രോബ്ലംസ് എന്താന്ന് ഞാൻ ചുമ്മാ ലിസൺ ചെയ്യും. അത് 100% മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അപ്പം ഐഷുവിന് അത് എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ മേ ബി ഒരു 30 to 20% ഐഷുവിന് ഒരു സമാധാനം കിട്ടും. കാരണം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഹെവി ആവുകയാണ് ചെയ്യുക. പക്ഷേ ഈ കേസിൽ നമ്മൾ ഒരാളോട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നു, ഞാൻ ചെയ്യുന്നത് പോരാ തോന്നുന്നു, അങ്ങനെയൊക്കെ പറയുമ്പം നമുക്ക് ഒരു 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 ഗുഡ് ഫീലിംഗ് വരും. അതിനുശേഷം എനിക്ക് തോന്നാവുന്ന മേ ബി ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനും ഈ സ്റ്റേജിലൂടെയൊക്കെ പാസ് ചെയ്ത ആളാണ്. അപ്പം എനിക്കും ജോലിയിൽ ഇടയ്ക്ക് തോന്നും ഞാനിപ്പം അത്ര പുതിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊരു എന്താ പറയുക ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അഗെയിൻ ഇതൊരു ഗോൾ, ഒരു സെറ്റ് ഓഫ് 1 2 3 4 5 പോയിന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്താൽ സക്സസ് ആവുന്നല്ലോ. ഒരു സമയത്ത് ഓരോന്നും ചിലത് ഞാൻ പറയുമ്പോൾ ഐശ്വര്യ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അപ്പൊ അത് ഡിസ്കഷനോ അറ്റ്ലീസ്റ്റ് അപ്പോൾ ഡിസ്കഷനിലൂടെ നമുക്കൊരു ബെറ്റർ ഫീലിംഗ് കിട്ടും. അങ്ങനെ ചിലപ്പോൾ 1 2 3 ദിവസം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കിതൊന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റാറുണ്ട്. മേ ബി കുറച്ച് ഐശ്വര്യ ഒരു സൊല്യൂഷൻ പറയും. ഇപ്പൊ ഞാനല്ല ചിലപ്പോൾ സൊല്യൂഷൻ. ഇപ്പൊ ഈ അടുത്ത് എനിക്കുണ്ടായ സൊല്യൂഷൻ ആയിരുന്നു, വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം, കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എനിക്ക് ഒട്ടും കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മുന്നേ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ യുവി ഉണ്ട്, കുക്ക് ചെയ്യാനുണ്ട്, അപ്പൊ ഇരുന്ന് Q&A ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. ഇതിപ്പോ ഞാൻ ചിന്തിക്കുന്നത് പൊളിയാണ്, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഏതൊരു മനുഷ്യനും നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ മാറി ചിന്തിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇതിപ്പോ നമുക്ക് സംസാരിച്ചപ്പോ തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങളുടെ മുകളിലാണ് ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നത്. രാവിലെ എണീറ്റ് നോക്കാൻ ഇപ്പൊ തോന്നിയത്, വർക്ക്ഔട്ട് ചെയ്യാൻ ഏത് സമയമായിരിക്കും നല്ലത് തോന്നിയത്, അങ്ങനെ. ബേസിക്കലി എനിക്ക് തോന്നിയത് പാർട്ട്നേഴ്സിനോട് തുറന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഹൂംസോ എവർ ഇങ്ങനത്തെ മൊമെന്റ്സിൽ ട്രൈ ആൻഡ് ടോക്ക്, ഇറ്റ് ഹെൽപ്സ് എന്നാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത് രണ്ടുപേരോടുള്ള ചോദ്യമാണ് കേട്ടോ. ഹാവ് ദർ ബീൻ മൊമെന്റ്സ് വേർ സക്സസ് ഫെൽറ്റ് ഹെവി ഇൻസ്റ്റെഡ് ഓഫ് ജോയ്ഫുൾ? എന്റെ കേസിൽ നോ ആണ്. ഹെവി മീൻസ് വൈ? ബിക്കോസ് ഞാൻ ഒരാളെ ദ്രോഹിച്ച് നേടി സക്സസ് കൊണ്ടാണോ, അല്ല ഐ ലോസ് സംതിങ് ബിക്കോസ് അങ്ങനെയല്ല. ഒരുപാട് സക്സസ് നമുക്ക് കിട്ടുമ്പോ ചിലപ്പോ നമുക്ക് മനസ്സിനൊരു കനം തോന്നില്ലേ, ഇനി എന്താണ് അടുത്തത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത്രയും ഭയങ്കര സക്സസ്ഫുൾ കപ്പിളാണ് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല കപ്പിൾ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് കപ്പിളായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും ഞാൻ അൾട്രാ സക്സസ് ആയ ഒരു ഇൻഡിവിജ്വലും ഐഷു അൾട്രാ സക്സസ് ആയ വേറെ ഇൻഡിവിജ്വലും അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ ട്രൈ ലൈഫിൽ ഒരിക്കലും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ലൈഫിൽ ഒന്നും ഒരു സ്പൂണിൽ വെച്ച് കിട്ടിയിട്ടില്ല എന്നാ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും അത് ഹാർഡ് വർക്കിലൂടെയും അല്ലെങ്കിൽ കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു രാവിലെ എഴുന്നേറ്റ് സക്സസ് കിട്ടിയിട്ടില്ല, ഒരു 100 ദിവസം രാവിലെ എഴുന്നേറ്റ് സക്സസ് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് സക്സസ് അങ്ങനെ ഈസിയായി കിട്ടാത്തതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു സക്സസ് കിട്ടിയിട്ട് അയ്യോ മൈ ഗോഡ് ഞാൻ ചെയ്യുന്ന എല്ലാം സക്സസ് ആവുകയാണല്ലോ, ഇനി ഒരു ഫെയിലിയർ എനിക്ക് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഫെയിലിയേഴ്സിലൂടെ പോകുന്നതുകൊണ്ട് ഫെയിലിയർ നമുക്ക് ഓക്കെയാണ്, സക്സസ് നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ എന്റെ കരിയറിലൊക്കെ ഇപ്പൊ കാണുന്ന ഒരു സക്സസ്, ഇപ്പൊ പുറത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സക്സസ് നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമുക്കൊരു 1 million സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളതായിരിക്കാം. പക്ഷെ അതിലോട്ട് എത്താൻ വേണ്ടി ഒരു 8-9 വർഷം എടുത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് യെസ് എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ വരിക. അല്ലാതെ നമുക്കപ്പോ അത്ര ഹെവി ആയിട്ട് തോന്നാൻ മാത്രം എളുപ്പത്തിൽ സക്സസ് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് പുതിയ പരിപാടിയാണ്. വിരലെടുത്ത് വായിലിട്ട് ഛർദ്ദിക്കുക. മനസ്സിലായിട്ടില്ല അതിന്റെ ഒരു ആവശ്യം പെൻഷൻ എന്താന്ന്. വെറുതെ സന്തോഷത്തിരിക്കുമ്പോ വിരലെടുത്ത് വായിക്കിടുക, ഒന്ന് ഛർദ്ദിക്കുക. ഞാൻ ആക്ച്വലി കുറെ ക്വസ്റ്റ്യൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സമയത്തിന്റെ പരിമിതി കാരണം അത്രയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓരോരുത്തരുടെ ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നില്ല. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് എല്ലാവരും കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ആൻസർ ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ വൈകുന്നേരം പോകാനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഞാൻ ഇനി ഇതിലൊന്ന് ഫോക്കസ് ചെയ്യട്ടെ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. There are vloggers who stopped featuring kids after understanding the side effects of kids on social media from very young age. വിഷ്ണുവിന്റെ തോട്ട്സ് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്റെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് അറിയണ്ടേ?
നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് യുവിനെ എത്രത്തോളം വീഡിയോയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ യുവി എത്രത്തോളം വീഡിയോന്റെ പാർട്ടാണെന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണയുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ, എനിക്ക് കുറച്ചും കൂടെ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ 6 മാസം ഞാൻ വിചാരിച്ച അത്രത്തോളം എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ വിചാരിച്ച അത്രത്തോളമല്ല എനിക്ക് കഴിഞ്ഞ 6 മാസം എനിക്ക് ചെയ്യാൻ പറ്റിയത്. കൂടുതൽ ഈ ഒരു ചാനൽ എൻ്റെ മാത്രം ചാനലാക്കി മാറ്റിയെടുക്കേണ്ട ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ വേണം തോന്നുന്നു. കാരണം അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ ചാനൽ. ഇപ്പൊ വിഷ്ണു ആണെന്നുണ്ടെങ്കിലും പ്രതു ആണെന്നുണ്ടെങ്കിലും ഗീതു ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ചാനലിൽ ഗസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ യുവി വന്നിട്ട് തുടക്കത്തിൽ നമുക്ക് ഒരു ബാലൻസ് കിട്ടാത്തത് കാരണം എൻ്റെ ഒരുപാട് വീഡിയോസിൽ ക്യാപ്ഷനിലും അതേപോലെ തന്നെ കോണ്ടന്റ്സിലും ഒക്കെ യുവി വരുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞോ അറിയാതെയോ. പക്ഷെ ഗോയിങ് ഫോർവേഡ് ഇത് വീണ്ടും നമ്മുടെ മാത്രം ചാനലായി യുവി അവിടെ ഗസ്റ്റായി വരുന്ന രീതിയിൽ നമ്മൾ ഈ ചാനൽ മാറ്റിയെടുക്കുന്നത്. എൻ്റെ ചാനൽ പറഞ്ഞോളൂ, എന്റെ തോട്ട്സ് പിന്നെ ഞാൻ പറഞ്ഞത്. സോറി, ഐഷു പറഞ്ഞത് ഒരു പോയിന്റ് ആണ്. അതിപ്പോ നമ്മൾ റീസെന്റ് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഇതും ഒരു എല്ലാ വ്ളോഗേഴ്സും അല്ലെങ്കിൽ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് യുവി ഈ ചാനലിന്റെ ഒരു മെയിൻ കണ്ടന്റ് ആവില്ല അല്ലെങ്കിൽ ആവരുത് എന്നാണ് ആഗ്രഹം. നമ്പർ 1. നമ്പർ 2, പക്ഷെ അത് വിചാരിച്ച് യുവി ചാനലില് അല്ലെങ്കിൽ ഐഷുവിന്റെ കണ്ടന്റിൽ തീരെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ബിക്കോസ് ഐഷു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. ഐഷുവിന്റെ ലൈഫിന്റെ പല പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ പല ഭാഗങ്ങളും ഐഷുവിന്റെ വീഡിയോസിലുണ്ട്. ആൻഡ് യുവി ഇപ്പൊ ഐഷുവിന്റെ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് യുവിയുടെ ചില പോർഷൻസ് കാര്യങ്ങളും എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ യുവി മാത്രമായിട്ട് ഓക്കെ ഈ ആഴ്ചയിൽ യുവിയുടെ ഒരു വീഡിയോ പോകണം, അല്ലെങ്കിൽ യുവിന്റെ മാത്രമായുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ 60% 70% യുവിന്റെ ഇന്ററാക്ഷൻ വരിക, ആ രീതിയിൽ ചെയ്യണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് ഞങ്ങളുടെ തോന്നല്. അത് ഐഷുവിനെ നമ്മൾ കുറച്ച് മുമ്പ് ഐഷു ഒരു ദിവസം നോക്കിയിട്ട് പറഞ്ഞാണ് ഐഷുവിന്റെ വീഡിയോസിൽ യുവി കൂടുന്നുണ്ട്, അല്ലെങ്കിൽ യുവിന്റെ ബേസിൽ ടൈറ്റിൽസ് വരുന്നുണ്ട്. അപ്പൊ ഐഷുവിന് അത് ചെയ്യണ്ട. അപ്പൊ ഐഷു അത് മേ ബി ഐഷുവിന്റെ ജോബിൽ ഐഷു ഇപ്പൊ ഒരു ബെറ്റർ പ്ലേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഈ മദർഹുഡ് ആൻഡ് ജോബ് ആൻഡ് ഓൾ ദോസ് തിങ്സ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ ഇനീഷ്യലി ഉണ്ടായ ഒരു കൺഫ്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് അഗെയിൻ നമ്മൾ വിചാരിച്ചത് ഇതായതുകൊണ്ട് ഇതുപോലെ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഇങ്ങനെ വർക്കൗട്ട് ആവട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഐഷുവിൻ്റെ അഭിപ്രായം ഇതാണ്. അത് കാരണം യുവിയുടെ കാര്യമാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടെ അഭിപ്രായം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്ക് ഞാൻ വിചാരിക്കുന്നതിന് വേണ്ടി ഞാൻ കോൺസ്റ്റന്റ് ആയി ട്രൈ ചെയ്തു. ഈസി അല്ല, കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഐഷു ഒരു ടെക് റിവ്യൂവർ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ റിവ്യൂവർ അങ്ങനത്തെ ഒരു വീഡിയോസ് അല്ലല്ലോ ചെയ്യുന്നത്, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആണ്. അപ്പൊ ഐഷു ഇപ്പൊ യുവി മോസ്റ്റ് ഓഫ് ദ ടൈം വീട്ടിൽ തന്നെയാണ്, സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയല്ല യുവി. അപ്പൊ അതുകൊണ്ട് യുവിനെ മാറ്റി നിർത്തി ഒരു വീഡിയോ എടുക്കാന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാല് നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു. കാരണം ആസ് ഓഫ് ടു ബി ഇത് നമ്മൾ ഗീതുവിന്റെയും പ്രതുവിന്റെ അടുത്ത് യുവിനെ ആക്കിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ലേറ്റ് ആയി. അപ്പൊ ഇനി അവിടെ പോയി ഇവനെ ആക്കിയിട്ട് വരാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ യു ഇവിടെ ഇരിക്കുന്നത്. കാരണം യുവി ഉറങ്ങിയിരുന്നു. ഇപ്പൊ എഴുന്നേറ്റ് അതാണ് ഇപ്പൊ ഈ വീഡിയോ ലാസ്റ്റ് പാർട്ട് യു എഴുന്നേറ്റ് പോയി. അപ്പൊ എഴുന്നേറ്റ് യുവിനോട് ഒറ്റയ്ക്ക് കിടത്തി വന്നാൽ യുവി ഒരിക്കൽ ഭയങ്കരമായിട്ട് കരയും. അത് നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് യുവിന്റെ പിന്നാമ്പുറം കാണിക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ പിന്നാമ്പുറം കാണിച്ചത് ശരിയായില്ല. പിന്നാമ്പടം കാണിച്ചു, പിന്നാമ്പടം കാണിക്കേണ്ട കുട്ടിയെപ്പെട് ഉണ്ണാമ്പടം കാണിക്കേണ്ട കുട്ടിയെ പെട്ടെന്നൊരു വിഷമം വരും. അടുത്ത ക്വസ്റ്റ്യൻ. I already posted a comment about your intimate pics on the bedroom wall. What's your thought on that? എനിക്ക് തോന്നുന്നു നമ്മുടെ ബെഡ്റൂമിൽ ബാക്കിൽ ഞാനും വിഷ്ണുവും കൂടെ ഉള്ള ഒരു 3 കപ്പിൾ ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവിടെ വെക്കരുത്, യുവി കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള 1-2 കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ വീഡിയോയുടെ താഴെ. എനിക്ക് തോന്നുന്നു അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള വിഷ്ണുവിന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എനിക്ക് അതിനോട് അതിൽ ഇന്റിമേറ്റ് എന്ന് പറയാൻ ഞങ്ങളൊന്ന് കിസ് ചെയ്യുന്ന ഒരു പിക്കാണ് അതിലുള്ളത്. ഇപ്പൊ യുവിയുടെ മുന്നൊന്നും ഇപ്പൊ ഞാൻ വിഷ്ണുവിനെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോ ബായ് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഞാൻ കിസ് ചെയ്യാറുണ്ട്. ഞാനും വിഷ്ണുവും കിസ് ചെയ്യുന്നത് യുവി കാണരുത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതിനേക്കാളും യുവി കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്നതും ഞങ്ങൾ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വായ തോന്നിയത് വിളിച്ചു പറയുന്നതും അതൊക്കെ യുവി കാണരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്
ദൈവം സഹായിച്ച് നടക്കാറില്ല. യുവിനെ കാണിക്കാതെ നടത്തണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചെറിയ അടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ മുന്നിൽ ഒച്ച എടുക്കുന്നത് യുവി കാണുന്നത്. നമ്മളിപ്പോ ഭയങ്കര ഇപ്പൊ യുവി ചെറുതാണെങ്കിൽ പോലും യുവിക്ക് ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള പ്രായം ആയില്ലെങ്കിൽ പോലും നമ്മൾ തമ്മിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മള് എല്ലാ കപ്പിൾസിന്റെ ഇടയിൽ വരുന്ന പോലെ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും അതങ്ങനെ ഒരു ഭയങ്കര വലിയ പ്രശ്നത്തിലേക്ക് പോകാറില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ കെയർഫുൾ ആവാറുണ്ട്. നമ്മളങ്ങനെ ഷൗട്ടിങ്ങിലേക്ക് ഈവൻ പ്രശ്നം ഉണ്ടെങ്കിലും വിഷ്ണു അഡ്രോമിക്കോ ആയോ എന്നിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ വാളെടുക്കും. അതെ, യുവിക്ക് ഒരു ബഹളം എൻവയോൺമെന്റ് ഉണ്ടാക്കരുത്. കാരണം അവൻ അത് കേട്ടിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരു ഭാഷ മനസ്സിലായില്ലെങ്കിലും ഒച്ച കേട്ടവനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ തോന്നുക. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുതാണ് ഞങ്ങൾ കൂടുതലും ആലോചിക്കാറ്. ഈ ഫോട്ടോനെ പറ്റിയിട്ടൊന്നും നമ്മൾ അത്ര കൺസേൺഡ് അല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഞാനും വിഷ്ണു ഹഗ് ചെയ്യുക, നമ്മള് വിത്ത് ഓൾ റെസ്പെക്ട്, നമ്മൾ സ്നേഹം കൊണ്ടുള്ള കിസ്, ഞാൻ യുവീനെ കിസ് ചെയ്യുക, അതൊക്കെ ലവ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ആണ് എന്ന് ഇപ്പൊ യുവീനെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വായ തോന്നിയത് വിളിച്ചു പറയുന്നത് ഓക്കെ അല്ല എന്നുള്ളത് യുവീനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ നമ്മൾ ഈ ഒരു Q&A അവസാനിപ്പിച്ച് ഞാൻ സീരിയസ് ആയിട്ട് മീൽ പ്രൊപ്പയ്ക്ക് കിടക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊരടി ഞങ്ങൾ ലൈവായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് തരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എക്സാക്ട്ലി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് അതർ ഡെയിലി മലയാളം ലോക്കൽ വ്ളോഗേഴ്സ് അപ്പാർട്ട് ഫ്രം ദ ലൊക്കേഷൻ? ദ കോണ്ടന്റ് ഫീൽസ് ദ സെയിം, ദ ക്വാളിറ്റി ഡസൻറ്റ് റിയലി ഇംപ്രൂവ്, സോ വാട്ട് മേക്സ് യുവർ വ്ളോഗ് യുണീക്ക് ഓർ വർത്ത് ഫോളോവിങ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഞാനിപ്പോൾ യുണീക്കാവും, ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എന്തൊക്കെയാണോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് അതാണ് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈഫ് എന്ന് പറയുന്ന സാധനം നാട്ടിലാണെങ്കിലും നെതർലാൻഡ്സിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒരു ഫോറിനറെ ആണെന്നുണ്ടെങ്കിലും ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിലും ഏകദേശം ഒന്നൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. കാരണം നമ്മൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ കുക്ക് ചെയ്യും, സാധനം വാങ്ങിച്ചുകൊണ്ടിരും, വീട്ടിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ഒപ്പം നമ്മുടെ സെൽഫ് കെയർ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, കുറച്ച് കപ്പിൾ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് വേർ യു ലീവ്, ഇതൊക്കെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത്. പിന്നെ യുണീക്ക് ആവാൻ വേണ്ടി എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ശ്രമിക്കാറുള്ളൊരു കാര്യം എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ജെന്യുവിനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ള കാര്യം. എൻ്റെ ഇമോഷൻസ് എപ്പോഴും ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അന്തം കിട്ടാതെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ അതിനെ പറ്റി കമൻറ്റ് സെക്ഷനിൽ ഡിസ്കഷൻ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം എനിക്ക് അതിൽ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കിട്ടിയതും കല്യാണം കഴിഞ്ഞ് നെതർലാൻഡ്സിൽ വന്ന ഉടനെ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന ഒരു ഘട്ടം നമ്മൾ അങ്ങനെ തന്നെയാണ് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീട് മാറുമ്പോണ്ടായ ബുദ്ധിമുട്ടും എനിക്ക് OCD റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും. അപ്പം എന്താണോ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്നുള്ളത് എൻ്റെ ഇമോഷൻസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിക്കാനും ജെന്യുവൻ ആയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതുമാണ് ഞാൻ എൻ്റെ ചാനലിൽ ട്രൈ ചെയ്യുന്ന മെയിൻ സാധനം. അപ്പം യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് റാൻഡംലി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലെ ഡേ ഇൻ മൈ ലൈഫ് നിന്ന് ഇപ്പൊക്കെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ സെയിം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ഒരു ദിവസവും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു 2-3 വീഡിയോസ് ഇപ്പൊ റീസെന്റ് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമ്മുടെ വ്ളോഗിൽ ഒന്നും ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് നമ്മുടെ വ്ളോഗ്സ് ഫോളോ ചെയ്ത് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ എന്നെയായിട്ട് ഡീപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ പല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ഇമോഷൻസ് കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ യുണീക്ക് ആയിരിക്കുക എന്നുള്ളത് ഞാൻ അത്ര ബോധേഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ ജെന്യുവൻ ആയിട്ട് ഇരിക്കുക, എൻ്റെ ഇമോഷൻസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലേ? വരൂ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ അതാണ് ഞാൻ എങ്ങനെ യുണീക്ക് ആവല്ല ജെന്യുവൻ ആവാൻ ശ്രമിക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഉള്ളതുപോലെ തന്നെ കാണിക്കാറുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇല്ല, ഐഷു പറഞ്ഞത് പോയിന്റാണ്. ഐഷു കാട്ടിക്കൂട്ടാറില്ല. അപ്പം ഞാൻ കുറേ വ്ളോഗ് ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷേ ഐഷു വ്ളോഗ് ചെയ്യുന്നത് കാണാറുണ്ട്. അത് വിചാരിച്ച ഐഷു ഇവിടെ ഒരു ലൈവ് ക്യാമറ വെച്ച് ലൈഫ് കാണിക്കുകയല്ല എന്നാണ് കാണിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഐഷു കാണിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ജെന്യുവിനാണ്. കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. അത് ഭയങ്കര ട്രൂത്ത്ഫുള്ളായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു. മേ ബി അതായിരിക്കാം ഐഷുവിൻ്റെ ചാനൽ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാൻ കാരണം. ഇതിൽ യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടി തപ്പിപ്പോയാൽ നമ്മൾ കാട്ടിക്കൂട്ടലിലേക്കായിരിക്കും മേ ബി കൂടുതൽ എത്തിപ്പെടാൻ സാധ്യത.
മേ ബി ഇത് ഞാൻ പറയാം ഇതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ ഞാനൊരിക്കലും 100% വിവരമുള്ള ആളല്ല. സോ ഇവിടെ ഐഷ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടുള്ള പരിചയം എനിക്കുള്ളൂ, അത് കൂടുതൽ പരിചയം എനിക്കില്ല. അപ്പോ യുവി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അരമണിക്കൂറിൽ നമുക്ക് കുക്കിംഗ് വൈൻഡപ്പ് ചെയ്യണം. ഒരു മീൽ പ്രപ്പിന്റെ ഒപ്പം ഒരു Q&A ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇപ്പൊ നടന്നത് മീൽ പ്രപ്പ് ഇടയിൽ വെച്ച് പോസ് ചെയ്ത് നമ്മൾ Q&A ചെയ്തു എന്നുള്ളായിരുന്നു. മൾട്ടി ടാസ്ക് ചെയ്യാൻ അത്ര കഴിവ് നമുക്ക് രണ്ടുപേർക്കുണ്ട് തോന്നുന്നില്ല. അപ്പൊ യുവിനെ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യട്ടെ. ഇത്രയും നേരം എന്റെ ഒപ്പം സഹകരിച്ച വിഷ്ണുവിനോടും എന്റെ ഇത്രയും കത്തിയിൽ നിങ്ങൾ കേട്ടിരുന്ന നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു യുവിനോട് നന്ദി പറയണം കേട്ടോ. ഈ ഒരു Q&A നമ്മളോട് അവസാനിപ്പിക്കുന്നു. അപ്പോ വീണ്ടും ഒന്ന് പോയി അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ ഒരു ബായ് പറഞ്ഞു പോയിക്കോളൂ. അപ്പോ വിഷ്ണു ബായ് പറഞ്ഞ യുവിനെ നോക്കട്ടെ, എനിക്ക് ഒന്നും കൂടെ ഒന്ന് പറയണം. അപ്പോ വിഷ്ണുവിനോടും യുവിനോടും നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.